ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശരീരാവയവങ്ങളും മൃതദേഹവും കണ്ടെത്തുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നു. കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. രാഷ്ട്രീയ അമരക്കാരന് തപാൽ വകുപ്പിന്റെ ആദരം. ലീഡർ കെ കരുണാകരന്റെ പേരിലുള്ള പോസ്റ്റർ കവർ പ്രകാശനം കോഴിക്കോട്ട്. കോഴിക്കോട് മുക്കത്തിനടുത്ത് മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി അഷ്റഫ്. ആശങ്കയൊഴിയാതെ ജനം. GST വിഷയത്തിൽ സംശയങ്ങൾ തീർത്ത് വിവിധ സംഘടനകൾ. വാർത്തകൾ വിശദമായി. ലീഡർ കെ കരുണാകരൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ദേശീയ തപാൽ വകുപ്പ് പുറത്തിറക്കുന്ന പ്രത്യേക കവർ പ്രകാശനം ചെയ്തു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ നോർത്തേൺ റീജിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേണൽ റിസ്വി പ്രകാശന കർമ്മം നിർവഹിച്ചു. കെ മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻനിര രാഷ്ട്രീയത്തിന്റെ അമരക്കാരനായിരുന്ന ലീഡർ കെ കരുണാകരന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നടക്കവെയാണ് ദേശീയ തപാൽ വകുപ്പിന്റെ ആദരം. കെ കരുണാകരന് ആദരമൊരുക്കി തയ്യാറാക്കിയ പ്രത്യേക കവർ കോഴിക്കോട് പ്രകാശനം ചെയ്തു. ഹോട്ടൽ മലബാർ പാലസിൽ ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നോർത്തേൺ റീജിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേണൽ SFH റിസ്വിയാണ് കവറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ കവർ ഏറ്റുവാങ്ങി. കരുണാകരന്റെ മകനും MLAയുമായ കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരുണാകരന്റെ പോസ്റ്റിൽ അധികവും ഗോളടിച്ചത് എതിരാളികളല്ല, മറിച്ച് സെൽഫ് ഗോളുകളാണ് വന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കൊലക്കേസിൽ പ്രതിയാക്കാനുള്ള ശ്രമം പോലും നടന്നിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ പോലും അനുകൂലമാക്കാൻ ലീഡർക്ക് സാധിച്ചു. ജനപ്രതിനിധിയായിരിക്കെ ഒരു വികസനത്തിലും ചോര വീഴ്ത്തേണ്ടി വന്നിട്ടില്ലാത്ത ലീഡർ ജനപ്രിയ നേതാവായിരുന്നുവെന്നും മുരളീധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പൂമത്തെയേക്കാൾ കൂടുതൽ മുൾക്കിരീടങ്ങളാണ് അദ്ദേഹത്തിന് എല്ലാ സന്ദർഭത്തിലും ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള പല അസ്ത്രങ്ങളും അതൊരിക്കലും നേരിട്ടിട്ടുള്ള അസ്ത്രങ്ങളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിച്ചത് ഒരിക്കലും മറുപക്ഷത്തുള്ളതായിരുന്നില്ല, പലപ്പോഴും സെൽഫ് ഗോളുകളിലെ. ചടങ്ങിൽ കരുണാകരൻ സ്റ്റഡി സെന്റർ രക്ഷാധികാരി P. ശങ്കരൻ അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP, K. പ്രവീൺകുമാർ, KC അബു, MT പത്മ, UV ദിനേശ് മണി, CP വിശ്വനാഥൻ, K. മൊയ്തീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് മുക്കത്തിനടുത്ത് കാരശ്ശേരിയിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് താമരശ്ശേരി DYSP അഷ്റഫ്. കോഴിക്കോട് നിന്നും എത്തിച്ച സയന്റിഫിക് വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയ ശേഷം മൃതദേഹാവശിഷ്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം കാരശ്ശേരിയിൽ റോഡരികിൽ തലയും കൈയും കാലുമില്ലാതെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഞ്ചന്ത CI രാജേഷിന്റെയും കൊടുവള്ളി CI വിശ്വാസിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കോഴിക്കോട് നിന്നും എത്തിയ സയന്റിഫിക് ടീമും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഗേറ്റുംപടി തെണ്ടിമിൽ റോഡിലാണ് കഴിഞ്ഞ ദിവസം കൈയും തലയും കാലുമില്ലാത്ത മനുഷ്യന്റെ മൃതദേഹം കണ്ടത്. അന്വേഷണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കാണാതായവരുടെ വിവരങ്ങളും അന്വേഷിച്ചു വരുന്നുണ്ട്. സംഭവം സംബന്ധിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയമിക്കുമെന്ന് താമരശ്ശേരി DYSP അഷ്റഫ് പറഞ്ഞു. കോഴിക്കോട് ചാലിയത്തിനടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കൈ മാത്രം കണ്ടെത്തിയിരുന്നു. ഇതുമായി ഇതിന് ബന്ധമുണ്ടോ എന്നും ഫോറൻസിക് വിദഗ്ധർ അന്വേഷിക്കുന്നുണ്ട്.
ഒരാഴ്ച മുൻപാണ് 2 ചാക്കുകൾ റോഡരികിൽ കണ്ടത്. അവയിൽ ഒന്നിൽ നിറയെ അറവ് മാലിന്യങ്ങളായിരുന്നു. രണ്ടാമത്തെ ചാക്ക് കഴിഞ്ഞ ദിവസം തെരുവുനായ്ക്കൾ കടിച്ചുകീറി റോഡിലിട്ടപ്പോഴാണ് ജഡം നാട്ടുകാർ കണ്ടത്. സംഭവം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹാവശിഷ്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനയ്ക്കെതിരെ ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ABVP പ്രവർത്തകർ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തിയത്. കളക്ടറേറ്റിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് തീർത്ത ബാരിക്കേഡുകൾ തകർത്തു. ബാരിക്കേഡുകൾ തകർത്ത് കോമ്പൗണ്ടിലേക്ക് കടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. വീണ്ടും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ടിയർ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ന്യൂസ് 18 ചാനലിലെ ക്യാമറാമാൻ വിനോദിന്റെ കാലിൽ പരിക്കേറ്റു. ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയ ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പഠനത്തിനൊപ്പം കാർഷിക രംഗത്ത് മികവ് കൊയ്ത് ഹിമായത്തുൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ 3 മാസം കൊണ്ട് 2.5 ഏക്കർ സ്ഥലത്ത് ഉണ്ടാക്കിയ നെല്ലിന്റെ കൊയ്ത്തുത്സവം വേറിട്ട അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. മുത്തശ്ശിക്കഥകളിൽ മാത്രം കേട്ട വയലും കൊയ്ത്തും ഞാറുനടലുമെല്ലാം വെറും പഴങ്കഥകളല്ല എന്ന് തെളിയിക്കുകയാണ് ഹിമായത്തുൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിന് സമീപം തരിശായി കിടന്ന 2.5 ഏക്കർ സ്ഥലത്തിപ്പോൾ സമൃദ്ധമായി വിളഞ്ഞൊരു നെൽപ്പാടം കാണാം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്കൂളിലെ അധ്യാപകരുടെയും കാർഷിക വകുപ്പിന്റെയും പൂർണ്ണ സഹകരണത്തോടെ NSS വിദ്യാർത്ഥികൾ അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായി ഇവിടെ കൃഷി ഇറക്കിയത്. ഏറെ പ്രതിസന്ധികൾക്കൊടുവിൽ വെറും 3 മാസം കൊണ്ടാണ് 100 കിലോ വിത്തിറക്കി ഈ തരിശുഭൂമിയിൽ ഇവർ പൊന്നു വിളയിച്ചത്. മഴ വെല്ലുവിളിയായതിനാൽ എല്ലാം മുന്നിൽ കണ്ട് ഏറെ ശ്രദ്ധയോടെയാണ് ഇവർ കൃഷി ഇറക്കിയത്. പ്രകൃതിയെ അറിഞ്ഞ് വിദ്യാർത്ഥികളും അധ്യാപകരും മണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ അതൊരു ഉത്സവമായി മാറുകയായിരുന്നു. കുട്ടികൾക്ക് മണ്ണിനെ അറിയാനും മാതൃകാപരമായ ഒരു പദ്ധതിയും ലക്ഷ്യമിട്ടാണ് കൊയ്ത്തുത്സവം യാഥാർത്ഥ്യമാക്കിയതെന്ന് NSS പ്രോഗ്രാം ഓഫീസർ P. കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. അങ്ങനെ ഒരു കൃഷി സമ്പ്രദായം നമ്മൾ പഠിക്കുക എന്നുള്ളത് വെറുതെ ക്ലാസ് റൂമിൽ മാത്രം പഠിച്ചുകൊണ്ട് പുസ്തകങ്ങളുടെ പഠനം മാത്രമേ ആവുന്നുള്ളൂ. ജീവിതത്തിൽ അത് യാതൊരു പ്രയോജനമില്ലാത്തതാണ്. മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന് മണ്ണിലെ പ്രശ്നങ്ങളും മനുഷ്യൻ്റെ പ്രശ്നങ്ങളും ചുറ്റുപാടുള്ള പ്രശ്നങ്ങളും പഠിച്ച് അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ആവശ്യം. അത് ഞങ്ങളുടെ കുട്ടികൾ ഇതിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. കൊയ്ത്തുത്സവത്തിന് അഭിനന്ദനവും ആശംസകളുമായി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പാളത്തൊപ്പിയും അണിഞ്ഞ് അരിവാളുമായി പാടത്തേക്കിറങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും അതൊരാവേശമായി. ഇതെല്ലാം ഞങ്ങൾക്ക് പുത്തൻ അനുഭവമാണെന്ന് NSS ഭാരവാഹി അഷ്കർ പറഞ്ഞു. വളരെ നല്ലൊരു അനുഭവമാണ്. നമ്മളെപ്പോലെ 17-18 പ്രായമുള്ള വിദ്യാർത്ഥികളെല്ലാം കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ നൽകുന്നത്. വിളഞ്ഞ വയലും നെൽപ്പാടവും കാണാൻ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഒരു പറ്റം വിദ്യാർത്ഥികൾ കേരളത്തിന്റെ അന്യം നിന്ന് പോയ കൃഷിയെ വീണ്ടും യാഥാർത്ഥ്യമാക്കിയത്. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം അരുണിമ. പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷന്റെ ധനസഹായത്തോടെയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി കെട്ടിടം നിർമ്മിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോർപ്പറേഷന്റെ ധനസഹായത്തോടെ പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. സ്കൂളിലെ വിജയോത്സവം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണ മാസ്റ്റർ നിർവഹിച്ചു. കൌൺസിലർ സെലീന A. അധ്യക്ഷത വഹിച്ചു. RDD ആനിമോൾ കുര്യൻ, പ്രമോദ് PA, ഉഷാദേവി ടീച്ചർ, സതീഷ് ചന്ദ്ര, ബിന്ദു KT, പുഷ്പ OS, ആനന്ദൻ KP തുടങ്ങിയവർ സംബന്ധിച്ചു. 8 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് ഈ സ്കൂളിന്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവിജ്ഞാനം സമ്മാനിച്ച ഈ വിദ്യാലയത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഈ പുതിയ കെട്ടിടം. വാർത്തകളിൽ ഒരിടവേള. Oh
I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം, പേടിക്കണ്ട. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയ നേതാവായിരുന്നു MV രാഘവൻ എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ചൂലൂരിലെ MVR ക്യാൻസർ സെന്റർ കവാടത്തിൽ സ്ഥാപിച്ച MVRന്റെ പൂർണ്ണമായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സഹകരണ രംഗത്തിന് പുതിയൊരു ദിശാബോധം നൽകിയ ക്രാന്തദർശിയായ ഭരണാധികാരിയാണ് MV രാഘവനെന്ന് മുൻ മുഖ്യമന്ത്രി AK ആന്റണി. ചൂലൂർ MVR ക്യാൻസർ സെന്റർ കവാടത്തിൽ സ്ഥാപിച്ച MV രാഘവന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ രംഗത്തെ സമ്പത്ത് ഉപയോഗിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങി സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രയോജനം മുഴുവൻ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ MV രാഘവന് സാധിച്ചു. ഏവർക്കും സ്വീകാര്യനായ ഭരണാധികാരിയായി സഹകരണ മേഖലയ്ക്ക് കൂടുതൽ വളർച്ചയുണ്ടാക്കി. കണ്ണൂർ ജില്ലയിൽ പരിയാരം AKG ആശുപത്രി തുടങ്ങി MVR തുടക്കമിട്ട സ്ഥാപനങ്ങൾ അനവധിയാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ശൃംഖല തന്നെ ആരംഭിച്ചു. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി. വിഴിഞ്ഞം പദ്ധതിയുടെ പേറ്റന്റ് MVRനുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ ക്രാന്തദർശിയായ ദീർഘദർശിയായ ഒരു മഹാനായ ജനനേതാവായിരുന്നു MV രാഘവൻ എന്നാണ് എൻ്റെ അഭിപ്രായം. മുൻ മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണൻ അധ്യക്ഷം വഹിച്ചു. രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്തി ഏവർക്കും നന്മ ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് ആമുഖ പ്രസംഗത്തിൽ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ CN വിജയകൃഷ്ണൻ പറഞ്ഞു. CP ജോൺ MV രാഘവനെ അനുസ്മരിച്ചു. PP തങ്കച്ചൻ, MVRന്റെ ഭാര്യ ജാനകി, സഹോദരി ലക്ഷ്മി, ശില്പി
വി മഹേന്ദ്രൻ എന്നിവരെ ആദരിച്ചു. എം കെ രാഘവൻ MP, എം കെ മുനീർ MLA, PT റഹീം MLA, ആര്യാടൻ മുഹമ്മദ്, അഡ്വക്കേറ്റ് P ശങ്കരൻ, ജാനകി രാഘവൻ, കെയർ ഫൗണ്ടേഷൻ ഡയറക്ടർ T സിദ്ദിഖ്, ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ E നാരായണൻകുട്ടി വാര്യർ എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷന്റെ 2016-17 വർഷത്തെ പട്ടികജാതി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി മേശയും കസേരയും നൽകി. പദ്ധതി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കാണ് കോർപ്പറേഷന്റെ 2016-17 വർഷത്തെ പട്ടികജാതി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠനത്തിനായി മേശയും കസേരയും നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PC രാജൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന ഓഫീസർ MN ആനന്ദൻ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനിത രാജൻ, KV ബാബുരാജ്, MC അനിൽകുമാർ, ആശാ ശശാങ്കൻ, NP രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപകൻ രാമൻ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു. അണ്ടർ 17 വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള മിഷൻ 11 മില്യൺ പദ്ധതിയുടെ ഭാഗമായി സെമിനാർ നടന്നു. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർ ആയിഷ ക്ലാസുകൾ നയിച്ചു. 17 വയസ്സിനു താഴെയുള്ള കുട്ടികളുടെ വേൾഡ് കപ്പിന് മുന്നോടിയായാണ് മിഷൻ 11 മില്യൺ പദ്ധതി. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ മലബാർ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. കുട്ടികളുടെ കായിക മികവിനെ പരിപോഷിപ്പിച്ച് മികച്ച നിലവാരത്തിലെത്തിക്കാനുള്ള കർമ്മ പദ്ധതിയാണ് മിഷൻ 11 മില്യൺ. ഇതിന്റെ ഭാഗമായാണ് മലബാർ ജില്ലകളിലെ സ്കൂളുകൾക്ക് പ്രത്യേകം ശില്പശാല സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ അണ്ടർ 17 വേൾഡ് കപ്പ് ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർ ആയിഷ, കോർഡിനേറ്റർ ഷിനു തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. മിഷൻ 11 മില്യൺ പദ്ധതി സ്കൂളുകളിൽ വ്യാപകമാക്കി പുതിയ കായിക താരങ്ങളെ പടുത്തുയർത്താൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സംഘാടകർ. സൗദി അറേബ്യയിലെ പ്രവാസി കൂട്ടായ്മയായ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഹജ്ജ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ജൂലൈ 11 മുതൽ 29 വരെ വിവിധ ജില്ലകളിലായാണ് ക്യാമ്പ് ഒരുക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ പ്രശ്നങ്ങളിൽ ഫലപ്രദമായ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരുടെ കൂട്ടായ്മയാണ് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം. ഇന്ത്യയിൽ നിന്നും ആദ്യ ഹജ്ജ് വിമാനം എത്തുന്നതു മുതൽ ആരംഭിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ ഹാജിമാർ മടങ്ങിപ്പോകുന്നതുവരെ നൽകും. എയർപോർട്ടിൽ ഹാജിമാരെ സഹായിക്കുക, മക്കയിലും മദീനയിലും എത്തുന്ന ഹാജിമാരെ താമസ സ്ഥലങ്ങളിൽ സഹായിക്കുക, ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങി ഹാജിമാർക്ക് എല്ലാവിധ സഹായങ്ങളും ഫ്രട്ടേണിറ്റി ഫോറം വളണ്ടിയർമാർ നൽകും. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഫ്രട്ടേണിറ്റി ഫോറം ക്യാമ്പുകൾ നടത്തിയിരുന്നു. ഈ വർഷം കേരളത്തിൽ ഈരാറ്റുപേട്ട, കണ്ണൂർ, മലപ്പുറം, വെഞ്ഞാറമൂട്, പെരുമ്പാവൂർ എന്നീ സ്ഥലങ്ങളിൽ ജൂലൈ 11, 12, 25, 27, 29 തീയതികളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. GSTയെക്കുറിച്ച് വ്യാപാരികൾക്കുള്ള ആശങ്കകൾ അകറ്റുന്നതിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയങ്ങാടി 2ാം ഗേറ്റ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഫിറോസ് കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റിന്റെ നികുതി വ്യവസ്ഥകൾ മാറ്റിയ ഈ സാഹചര്യത്തിൽ വ്യാപാര ക്രയവിക്രയത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളാൽ പ്രതിസന്ധിയിലാണ് വ്യാപാര രംഗം. ഈ സാഹചര്യത്തിലാണ് GSTയെക്കുറിച്ച് വ്യാപാരികൾക്കുള്ള സംശയങ്ങൾ, വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിവിധ തരത്തിലുള്ള നികുതി പിരിച്ചെടുക്കേണ്ട രീതികൾ എന്നീ വിഷയങ്ങളിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വലിയങ്ങാടി 2ാം ഗേറ്റ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ബാക്കിയുള്ള വികസിത രാജ്യങ്ങളിലും നികുതി നൽകുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും പൗരബോധത്തിന്റെയും അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിന്റെ ഒക്കെ ഭാഗമായി കാണുന്ന ഒരു സമൂഹമാണ്. നമ്മുടെയൊക്കെ രാജ്യസ്നേഹവും പൊതുബോധവും പലപ്പോഴും വാട്സപ്പ് മെസ്സേജിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നാറില്ല ടാക്സ് കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഗാന്ധിഗൃഹത്തിൽ നടന്ന ക്ലാസിന് വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഫിറോസ് കാട്ടിൽ, IO ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ കൃഷ്ണകുമാർ, ദിനേശ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മുഹമ്മദ് കാസിം, ജോസഫ് അലപ്പാട്ട് എന്നിവർ സംബന്ധിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡെന്നീസ് തോമസിന് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ സർവീസ് പ്രോജക്ടിന്റെ ഉദ്ഘാടനവും നടന്നു. കാലിക്കറ്റ് ലയൺസ് ക്ലബ് മുൻ ഗവർണർ ഐക്ക് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഗവർണറായി സ്ഥാനാരോഹണമേറ്റ് കോഴിക്കോടെത്തിയ ലയൺ അഡ്വക്കേറ്റ് ഡെന്നിസ് തോമസിന് കാലിക്കറ്റ് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന സ്വീകരണ ചടങ്ങ് ലയൺസ് ക്ലബ് മുൻ ഗവർണർ ഐക്ക് തോമസ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് വൈസ് ഗവർണർ ഗണേഷ് കണിയാറക്കൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും ഡെന്നിസ് തോമസ് നിർവഹിച്ചു. പ്രൊജക്ടിന്റെ ഭാഗമായി ബീച്ച് ഹോസ്പിറ്റലിലേക്ക് 4 വീൽ ചെയറുകളും വിതരണം ചെയ്തു. കുടുംബശ്രീ പ്രവർത്തകർക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ലയൺസ് ക്ലബ് മുൻ ഗവർണർ വിനീഷ് വിദ്യാധരൻ, E അനിരുദ്ധൻ, UK ഭാസ്കരൻ നായർ, പ്രേംകുമാർ, സുരേഷ് കുമാർ,
സുരേഷ് MP തുടങ്ങിയവർ സംബന്ധിച്ചു. സോണൽ ചെയർമാൻ സാംസൺ ജോൺ പരിപാടിക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള കൂടി. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല, 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1+2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1+2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിംഗ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വാർത്തകൾ തുടരുന്നു. NPJN സ്കൂൾ ഓഫ് ഫോട്ടോ ജേർണലിസത്തിന്റെ റെഗുലർ ക്ലാസുകൾ ജൂലൈ 17 ആരംഭിക്കും. 3 മാസവും 6 മാസവും നീണ്ടു നിൽക്കുന്ന കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. എൻ്റെ പേരിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടെങ്കിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫേഴ്സാണ് അവിടെ ഫാക്കൽറ്റീസായിട്ട് വരുന്നത്. അതിക്രമങ്ങളെ ചെറുക്കാനായി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പരിശീലനം നൽകുന്ന ആയോധന പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങി. പോലീസ് വനിതാ സെല്ലിന്റെ നേതൃത്വത്തിലാണ് കമ്മീഷണർ ഓഫീസ് കോംപ്ലക്സിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാകും വിധം സ്വയം പ്രതിരോധിക്കാൻ ഉതകുന്നതുമായ 10 ആയോധന വിദ്യകളാണ് ഇവരെ വുമൺ സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് സെന്റർ എന്ന ഈ പരിശീലന കേന്ദ്രത്തിൽ 2 ദിവസം കൊണ്ട് പഠിപ്പിക്കുക. ഇതിനായി 25 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകി സജ്ജരാക്കിയിട്ടുണ്ട്. ഒരേ സമയം 40 പേർക്ക് പരിശീലനം നൽകാനാകുന്ന ഹാളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നഗരത്തിലെ 2 വനിതാ കോളേജുകളിൽ നിന്നായി 60 പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുകയുണ്ടായി. കല്ലായി റോഡിലെ മർസൂഖ് വനിതാ കോളേജ്, ഇംഗ്ലീഷ് പള്ളിക്കടുത്തുള്ള MES വനിതാ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ് പ്രഥമ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ളത്. സിവിൽ പോലീസ് ഓഫീസർമാരായ PK റസീന, ഹേമമാലിനി, PM ഷൈനി, ജിജി നാരായണൻ, P ഷീന എന്നിവരാണ് പ്രഥമ ബാച്ചിന് പരിശീലനം നൽകിയത്. പരിശീലനം ലഭിച്ച വിദ്യാർത്ഥിനികൾ ആയോധന വിദ്യകളുടെ ഡെമോൺസ്ട്രേഷനും നടത്തി. പരിശീലന കേന്ദ്രം ജില്ലാ പോലീസ് മേധാവി കാളിരാജ് മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ PK വാസുദേവൻ അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി മൃണ്മയ് ജോഷി മുഖ്യാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ G ജയദേവ്, വനിതാ സെൽ CI സാൻഡി സിറിയക്, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP പവിത്രൻ, PK റസീന എന്നിവർ സംബന്ധിച്ചു. മലബാർ എക്സ്പ്രസ് പത്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും പരിഷ്കരിച്ച പതിപ്പിന്റെ പ്രകാശനവും ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പത്രമാധ്യമ രംഗത്ത് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടും ഉന്നതമായ നീതിബോധത്തിന്റെ ശബ്ദവുമായി നിലകൊണ്ട മലബാർ എക്സ്പ്രസ് പത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവും
പരിഷ്കരിച്ച പതിപ്പിന്റെ പ്രകാശനവും ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. മാനേജിംഗ് എഡിറ്റർ ആർ പ്രേംകുമാർ അധ്യക്ഷം വഹിച്ച പരിപാടി എം കെ രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വളരെ കപ്പാസിറ്റി ഉള്ള ഒരു ഭരണാധികാരി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിത്യ സ്മാരകമാണ് പല കാര്യങ്ങൾ. ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പലപ്പോഴും അദ്ദേഹത്തോട് എത്താൻ കഴിയില്ല. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ പരിഷ്കരിച്ച പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു. മലബാർ എക്സ്പ്രസ് പ്രിന്ററും പബ്ലിഷറുമായ MK രവിവർമ്മ രാജ, വിക്ടർ ആന്റണി, സ്വാമി കാശിതീർത്ഥ, ഡോക്ടർ പ്രിയ, MC സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. രാജ്യത്ത് ജാതിവർഗ പ്രശ്നങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ ഐക്യവും രാഷ്ട്രീയ മുന്നേറ്റവുമാണ് ആവശ്യമെന്ന് പ്രൊഫസർ സതീഷ് ദേശ്പാണ്ഡെ മലയാളം സർവകലാശാല സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബര ശതാബ്ദി പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ജാതീയത പ്രകടമാണെന്ന് പ്രൊഫസർ സതീഷ് ദേശ്പാണ്ഡെ പറഞ്ഞു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സംഘടിപ്പിച്ച നമുക്ക് ജാതിയില്ല വിളംബര ശതാബ്ദി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ രംഗത്തെ ജാതീയതയുടെ ഇരയാണ് ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല. ഉയർന്ന ജാതിയുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം താഴ്ന്ന ജാതിയിലുള്ള വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ച് ഒരു സംസ്കാരം രൂപപ്പെടുത്തുക എന്നത് യൂണിവേഴ്സിറ്റികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുടെ വ്യാപനം ജാതീയതയെ പുനർനിർമ്മിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസം ഉൾപ്പെടെ ഉയർന്ന ഫീസും മറ്റും ആവശ്യപ്പെടുന്ന മേഖലകൾ ഒരു വിഭാഗത്തിന് മാത്രമായി നീക്കിവെക്കപ്പെടുമ്പോൾ പുതിയ ജാതി സമവാക്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇന്ത്യയിലുണ്ടായ വികസനത്തിന് ജാതീയതയോ അതുമൂലമുണ്ടാകുന്ന അസമത്വങ്ങളോ ഇല്ലാതാക്കാൻ സാധ്യമായിട്ടില്ല. മിശ്രവിവാഹം ജാതീയതയെ ഇല്ലാതാക്കുമെന്ന കാഴ്ചപ്പാടുകൾക്ക് ഈ നൂറ്റാണ്ടിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കാനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. My main claim, my basic claim is that the contemporary context is radically different from that of the first quarter of the 20th century. ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ സോഷ്യോളജി പ്രൊഫസറാണ് സതീഷ് ദേശ്പാണ്ഡെ. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ അധ്യക്ഷം വഹിച്ചു. KS ഹക്കീം സതീഷ് ദേശ്പാണ്ഡെയെ പരിചയപ്പെടുത്തി. പ്രൊഫസർ ജോണി C ജോസഫ്, ഡോക്ടർ സ്വപ്ന റാണി എന്നിവർ സംസാരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ലോറിയിടിച്ച് വൈദ്യുതി ബന്ധം താറുമാറായി. ബേപ്പൂർ ബീച്ച് റോഡിന് സമീപം പുലർച്ചെയായിരുന്നു അപകടം. ബേപ്പൂരിൽ നിന്നും സിമന്റുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന TN 47 AE 8798 നമ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ഇതോടെ ബേപ്പൂർ പ്രദേശത്ത് വൈദ്യുതി പൂർണ്ണമായും നിലച്ചു. തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. KSB അധികൃതരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ബീച്ച് റോഡിൽ നിർത്തിയിട്ട CB സ്റ്റാർ എന്ന ബസിന് നേരെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം മലാപ്പറമ്പിൽ വെച്ച് ഇതേ കമ്പനിയുടെ ഒരു ബസിന് നേരെയും അജ്ഞാതർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. 2 സംഭവങ്ങളിലും ബസ്സുകളുടെ ചില്ലുകൾ തകർന്നു. പോലീസ് കേസെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ അമരക്കാരന് തപാൽ വകുപ്പിന്റെ ആദരം. ലീഡർ K കരുണാകരന്റെ പേരിലുള്ള പോസ്റ്റർ കവർ പ്രകാശനം കോഴിക്കോട്ട്. കോഴിക്കോട് മുക്കത്തിനടുത്ത് മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് താമരശ്ശേരി DYSP അഷ്റഫ്. ആശങ്കയൊഴിയാതെ ജനം. GST വിഷയത്തിൽ സംശയങ്ങൾ തീർത്ത് വിവിധ സംഘടനകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.